ഹായ് ഗൈസ്, വെൽക്കം ടു യുവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യല് നല്ല ഫ്രഷ് മത്തി കിട്ടിയിട്ടുണ്ട് കേട്ടാ. നല്ല ഫ്രഷാണ്. അപ്പോൾ നമുക്ക് മത്തി മുളകിട്ടതും കനലിൽ ചുട്ട കപ്പയാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യല്. അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് പോവാം. അതിന് നമുക്ക് ആദ്യം ആവശ്യം ചെറിയുള്ളിയാണ്. ചെറിയുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് കൂടുതൽ തന്നെ എടുത്തിട്ടുണ്ട്. കൂടുതലുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ തക്കാളി ഒരെണ്ണം അരച്ചതാണ്. ഒരെണ്ണം എടുക്കുന്നുള്ളൂ. ഓവർ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര സ്വീറ്റ്നെസ് ഉണ്ടാവും ഇതിൻ്റെ. പിന്നെ ഒരു 4 പച്ചമുളക് നീളത്തിലരിഞ്ഞത്. കുടംപുളിയാണ് എടുക്കുന്നത്. കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കുതിരാൻ വേണ്ടിയിട്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി പൊടികൾ നോക്കാം. ഇത് മുളക് പൊടി, എരിവുള്ളതും കാശ്മീരി ചില്ലിയും കൂടി മിക്സാണ്. പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, മല്ലിപ്പൊടി. അപ്പോൾ നമുക്ക് മീൻകറി പ്രിപ്പയർ ചെയ്യാം. അതിന് നമ്മൾ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത് കേട്ടോ മീൻകറിക്ക്. വെളിച്ചെണ്ണ നന്നായി ചൂടായതിന് ശേഷം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കുറച്ചിട്ടാൽ മതി കേട്ടോ, ഓവറായിട്ട് ഇടണ്ട. അപ്പം കടുകൊക്കെ നന്നായി പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഇപ്പം ചെറുതായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിരുന്നല്ലോ, അതും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ജസ്റ്റ് ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഒരുപാട് മുരിഞ്ഞു പോകുന്ന രീതിയിലോട്ട് വെക്കണ്ട. അപ്പം നമുക്ക് ഇതിലേക്ക് ഇനി നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. ഈ ഉള്ളി ഒന്ന് നന്നായി വഴണ്ട് വരണം. അതുവരെ നമുക്കൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ടാണേ. ഇതിപ്പോൾ കുറച്ചൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ചിട്ടാൽ മതി. ലാസ്റ്റ് നമ്മൾ കറിവേപ്പില കുറച്ചുകൂടി ഇടുന്നുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ കുറച്ചൊന്ന് വഴണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് പച്ചമുളകും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇതിപ്പോൾ നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്ന സമയം വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പം മസാലയുടെയൊക്കെ പച്ചമണം പോയിട്ടുണ്ട്. അപ്പം ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി അരച്ചതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇന്നത്തെ മീൻകറി സ്പെഷ്യലിസ്റ്റ് ഞങ്ങളുടെ ധ്രുവിക്കാണ്. ധ്രുവിക്കുട്ടാ, ഇപ്പൊ തക്കാളിയുടെയൊക്കെ പച്ചമണമൊക്കെ മാറി തക്കാളിയൊക്കെ നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കുടംപുളിയാണ് കേട്ടോ. അതാണ് ഈ വെള്ളത്തോടെ ഒഴിക്കാൻ പോണത്. പൊടിയുടെ സ്മെല്ലടിച്ചിട്ടാണ് തുമ്മല് വരുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് പുളി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഞാൻ കുറച്ച് കൂടുതൽ ഒഴിക്കുന്നുണ്ട്. കാരണം നമ്മൾ കറി നല്ല തിളച്ചത് കുറുകി വരുമ്പോഴാണ് ശരിക്കും ടേസ്റ്റ് ഉണ്ടാവുക ഇതിന്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടണം. തിളച്ച് വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് മീൻ ആഡ് ചെയ്ത് കൊടുക്കാം.
ഇപ്പോൾ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. കറിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റിയിട്ടുമുണ്ട്. ഇനി നമുക്കിതിലേക്ക് മീനും കൂടി ഇട്ട് കൊടുക്കാം. കുഞ്ഞൻ ചാളയാണ്, അത് നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി മീനും കൂടി ഇട്ട് കൊടുത്ത സ്ഥിതിക്ക് ഇനി കുറച്ചുകൂടി ഒന്ന് തിളയ്ക്കണം. നമ്മുടെ ചാള വെന്ത് വരുന്ന സമയം വരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അടച്ച് വെച്ച് തന്നെ കുക്ക് ചെയ്യാം കേട്ടോ. നമ്മുടെ മീൻകറി ഇവിടെ തിളച്ച് നല്ല കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. മീനൊക്കെ വെന്തിട്ടുമുണ്ട്. ഉപ്പ് മതിയോ നമുക്കൊന്ന് നോക്കി നോക്കാം കേട്ടോ. കുറച്ചുകൂടി ഉപ്പ് വേണം. ഇനി നമുക്ക് സിമ്മിൽ വെച്ച് കുറച്ച് നേരം കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പിലയുടെ തണ്ടും കൂടി വെച്ച് കൊടുക്കാം. തണ്ടോടെ തന്നെ വയ്ക്കാം കേട്ടോ. ഇനി നമുക്ക് ലാസ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കലാട്ടോ. കുറച്ച് വെളിച്ചെണ്ണ മുകളിലൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. കറി നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ഓഫ് ചെയ്യാം. നമ്മുടെ മത്തി മുളകിട്ട് വറ്റിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ കപ്പ കനലിൽ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അമ്മ കനലൊക്കെ റെഡിയാക്കി വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏട്ടൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്കി പരിപാടി ചെയ്തോളൂ. ഒക്കെ റെഡിയാക്കി വെക്കാണ്. മോൻ വരുന്ന മുമ്പ്, ഷോപ്പിൽ നിന്ന് വരുന്ന മുമ്പ് കനലാക്കി വെച്ചാലേ പെട്ടെന്ന് ആവുമല്ലോ. ചിരട്ടയൊക്കെ ഏകദേശം കത്തി വരുന്നുണ്ട്. അതാ മെയിൻ ഷെഫ് മെല്ലെ ഇറങ്ങി വരുന്നുണ്ട് കേട്ടാ. അപ്പൊ സ്റ്റാർട്ട് ചെയ്തോ, വായ കുക്ക് ചെയ്തോ. അപ്പൊ നമ്മള് കപ്പ കനലിൽ ചുട്ടത് ഉണ്ടാക്കാൻ പോവാണ്. കനലിൽ നല്ല ചുട്ടെടുക്കാൻ പോവാണ് കപ്പ. ഓക്കെ, കാരണം ഓൾറെഡി മീൻകറി റെഡി ആയിട്ടുണ്ട്. ഇവര് ഏകദേശം ഉച്ചക്ക് വെച്ചതാ. മത്തി മുളക് ഇട്ട് അല്ല, അതിന് മത്തി മുളക് ഇട്ട് ഓൾറെഡി വെച്ചിട്ടുണ്ട് ഉച്ചക്ക്. അതും ചേർത്ത് നമുക്ക് കഴിക്കാം. അടിപൊളിയാ. കപ്പ ചുട്ടത് എന്ന് പറഞ്ഞാ പണ്ട് കാലങ്ങളില് ഇങ്ങനെ തന്നെ ആൾക്കാർ ചെയ്യാം. വെള്ളത്തിലിട്ട് പുഴുങ്ങിയിട്ടൊന്നും കഴിക്കില്ല അവര്. നമ്മള് വെള്ളത്തിലിട്ട് പുഴുങ്ങി കഴിച്ചാൽ ആ വെള്ളത്തോടു കൂടി അതിന്റെ ടേസ്റ്റ് പോകും. പക്ഷെ ഇതിലെന്ന് പറയുമ്പോ അങ്ങനെ ആ ടേസ്റ്റ് നിൽക്കും. അത്രയും രുചി മാത്രമല്ല, ശരീരത്തിനും എല്ലാ ഗുണവും എവിടെയും പോവാതെ അങ്ങനെ കിട്ടും. അത്രയും സൂപ്പറാ സാധനം. എൻ്റെ അച്ഛനൊക്കെ പണ്ട് പറയാറുണ്ട്, അച്ഛൻ്റെ കുട്ടിക്കാലത്ത് ഇങ്ങനെ തന്നെ ചെയ്യും. ഞങ്ങള് പുഴയറുത്ത് പോയിട്ട് ഇങ്ങനെ കപ്പ വറുത്തിട്ട് ചപ്പലയൊക്കെ കൂട്ടിയിട്ടിട്ട് കത്തിച്ചിട്ട് ഇങ്ങനെ വെച്ച് കഴിക്കാറുണ്ട്. നമ്മള് ചാർക്കോളിൽ ആദ്യമായിട്ടാണ് ചെയ്യണത്. അപ്പോ ഇതാവും അറിയില്ല, കാരണം ഓവറായിട്ട് വെക്കാൻ പറ്റില്ല. കാരണം ചാർക്കോൾ നല്ല ചൂടുള്ളതുകൊണ്ട് പെട്ടെന്ന് കഴിക്കും. ഇവിടെ 2 കാഴ്ചക്കാരുണ്ട്. ഇതാ, ഒന്ന് ഇയാളും ഒന്ന് ഇയാളും. ഫുള്ള് കനലാവണത്.
ഇപ്പൊ ചിരട്ടയാണ് കത്തിക്കൊണ്ടിരിക്കുന്നത്. ചിരട്ട നല്ല കത്തി കനലാവട്ടെ. ഏകദേശം കനലായിട്ടുണ്ട്. പിന്നെ നമുക്കിത് ഇങ്ങനെ പരത്തി കൊടുക്കാം. കാരണം കപ്പിട്ടിട്ട് അതിന്റെ മേലെ ഇട്ട് കൊടുക്കണം. നല്ല ചുട്ട കപ്പയ്ക്ക് കോമ്പിനേഷൻ ആയിട്ട് അമ്മ ഇവിടെ ഉള്ളി പൊളിച്ചോണ്ടിരിക്കുന്നുണ്ട്. ഉള്ളിയും കാന്താരിയൊക്കെ ഇട്ടിട്ട് നല്ലൊരു ചമ്മന്തി റെഡിയാക്കാൻ വേണ്ടിട്ട്. ചമ്മന്തി റെഡിയാക്കാം. ചമ്മന്തി അടിപൊളിയാ, സൂപ്പറായിട്ടുണ്ടാവും. അപ്പൊ 3 കപ്പ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മളിന്ന് ചുടാൻ പോകുന്നത്. അപ്പോൾ കനലിക്ക് ഇട്ട് കൊടുക്കുക. നല്ല ചൂടുണ്ട് കേട്ടാ, നോക്കി ഇടണം. നമുക്ക് ഈ കനല് മേലെ ഇങ്ങനെ ഒന്ന് ചുമ്മാ ഇട്ട് കൊടുക്കാം കേട്ടാ. നല്ല ഫില്ല് ചെയ്ത് കൊടുക്കണം. നല്ല ചൂടുണ്ട് കേട്ടോ. നമ്മൾ ഫുള്ളായിട്ട് കനലിൽ നമ്മൾ ഏകദേശം പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് കപ്പേനെ. ഒരു 10 മിനിറ്റ് അങ്ങനെ വിടണം. ലൈറ്റായിട്ട് ഇങ്ങനെ ഒന്ന് വീശി കൊടുക്കണം. ഇനി നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കാം കേട്ടോ. നല്ല ചൂടുണ്ട് കേട്ടോ. ഏകദേശം ആവുന്നുണ്ട് കേട്ടോ. മേലൊക്കെ നല്ല കറുപ്പായിട്ടുണ്ട്. കാരണം കുറച്ചുകൂടി വെക്കണം. ഉള്ളു നല്ല വേവണം, അല്ലെങ്കിൽ വെന്തിലും ശരിയാവില്ല. നമ്മൾ ഓൾറെഡി എടുത്തതാ, മുറിച്ച് കഴിഞ്ഞു. ഉള്ളിലൊക്കെ നല്ല വെന്തിട്ടുണ്ട്. ചൂടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ല മാവ് പോലെ വേറെ ലെവല് ടേസ്റ്റ്. എങ്ങനെ ഉണ്ടായതിന് പുഴുങ്ങണതും ഇങ്ങനെ ചെയ്യണ എന്താ വ്യത്യാസം ടേസ്റ്റ്? ഇതിന്റെ കറക്റ്റ് രുചി കിട്ടും കപ്പയുടെ. കിഴങ്ങ് വെള്ളത്തിലിട്ട് പുഴുങ്ങി കഴിഞ്ഞാൽ അതിന്റെ എക്സ്ട്രാക്ട്സും കാര്യങ്ങളൊക്കെ അതിൽ തന്നെ പോവും. പക്ഷെ ഇതാകുമ്പോ കറക്റ്റ് കപ്പയുടെ കറക്റ്റ് ടേസ്റ്റ് അറിയണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. അപ്പൊ അതാ 2 കൂടി ആയിട്ടുണ്ട്. അപ്പൊ ഇതെടുക്കാം. കണ്ടാ നല്ല അടിപൊളിയായിട്ട് ചുട്ടെടുക്കുക. ചുട്ട് അപ്പൊ തൊടാൻ പറ്റില്ല, നല്ല ചൂടാണ്. കുറച്ചൊന്ന് ഇതായിട്ട് തൊടാം. അമ്മ ഇവിടെ സെപ്പറേറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. തോല് പൊളിച്ച് അതിനുള്ളില് കപ്പ മാത്രം എടുത്തോണ്ടിരിക്കുക കേട്ടോ. നല്ല ചൂടുണ്ടല്ലേ അമ്മ? നല്ല ചൂടാ. കണ്ടാ ഇങ്ങനെ വരണം. നല്ല വണ്ണുള്ള കിഴങ്ങ് വാങ്ങിയാലേ ഇങ്ങനെ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമ്മൾ വണ്ണുള്ള ഇല്ലാത്തത് വാങ്ങിക്കഴിഞ്ഞാൽ എത്ര ചെയ്താലും അത് വെള്ളത്തിൽ വേവിച്ചാലും കണലിൽ വേവിച്ചാലും വേവില്ല, ടേസ്റ്റും ഉണ്ടാവില്ല. കിഴങ്ങുകളൊക്കെ നമ്മൾ ഉരുളക്കിഴങ്ങായാലും ശരി വണ്ണുള്ളത് വാങ്ങണം. എൻ്റെ അമ്മായിയമ്മ പറയണതാണ് കേട്ടോ, എനിക്കറിയില്ല. 36 അതൊക്കെ അടിപൊളിയായിട്ട് പറയും. ആളില്ല. നല്ല ചൂടുണ്ട് കേട്ടാ. വെന്തിട്ടേ വെന്തിട്ട് നല്ല പഞ്ഞി പോലെ ആയിരിക്കുക. നല്ല സോഫ്റ്റ്. നല്ല സൂപ്പറായിട്ട്. വെള്ളത്തില് പുഴുങ്ങി ചെയ്യുന്നതാണോ ഇതാണോ ഇഷ്ടപ്പെട്ടത്? വെള്ളത്തിലത്തെ ഒരു ടേസ്റ്റ്, ഇത് സെപ്പറേറ്റ് ടേസ്റ്റ്. ഏതായിരിക്കും കുറച്ചുകൂടി നല്ലത്? ഇതാണ് നല്ലത്. അടിപൊളിയാക്കിയിട്ടുണ്ട് ഞാനിത് പണ്ടൊക്കെ ചെയ്തതാണ്. ഒരു 5-6 കൊല്ലത്തിന് മുമ്പ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഇത്രയും കുറേ ചെയ്തത് ഇപ്പോഴാണ്.
സൂപ്പറായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. അപ്പം നമുക്ക് അടുത്ത് ചമ്മന്തി ആക്കാം, കാരണം ഇതിൻ്റെ കൂടെ അടിപൊളിയായിരിക്കുക ചമ്മന്തി. അപ്പൊ നമ്മളിപ്പോ പോണത് ഉള്ളിച്ചമ്മന്തി ഉണ്ടാക്കാനാണ്. അതായത് ഉള്ളി കാന്താരി മുളകൊക്കെ ഇട്ടിട്ട്, നല്ല ഫ്രഷ് കാന്താരി കേട്ടോ, അവിടെ ചെടിയിലുണ്ടാവുന്നതാണ്. അതൊക്കെ ഇട്ടിട്ട് നമുക്ക് നല്ലൊരു ചമ്മന്തി ഉണ്ടാക്കാം. കൂട്ടത്തിൽ നമുക്ക് കുറച്ച് കല്ലുപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഏറ്റവും നല്ലത് കല്ലുപ്പാണ് ഇതിന്. നല്ല സ്മെല്ല് വരുന്നുണ്ട്. അത് കാന്താരി മുളകിന്റെ ഒക്കെ പച്ച മണം ഉണ്ടല്ലോ, ഒരു വേറൊരു അടിപൊളി ടേസ്റ്റ് അത്. നമുക്കിനി ഇതെല്ലാം ഇങ്ങനെ ഒന്ന് ചതച്ച് എടുക്കാം കേട്ടോ. എല്ലാം പയ്യെ ക്ഷമയോടെ ഒന്ന് ചതച്ചെടുക്കാം. നമ്മളെല്ലാം ഇങ്ങനെ ചതച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ജാറിലിട്ട് അരച്ചെടുക്കരുത് കേട്ടോ ഈ ചമ്മന്തി. നല്ലപോലെ ഇങ്ങനെ കല്ലിട്ട് ചതച്ചെടുക്കുമ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. ചമ്മന്തിയുടെ പ്രിപ്പറേഷൻ കഴിഞ്ഞിട്ടില്ല, ഇനിയൊരു മെയിൻ സാധനം ഉണ്ട്, മെയിൻ പണിയും ഉണ്ട്. അതുകൂടി ചെയ്താലേ ഈ ചമ്മന്തിക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമ്മൾ അതിലേക്ക് ഒഴിക്കാൻ പോണത് വെളിച്ചെണ്ണയാണ് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി മെയിൻ സംഭവം, സ്പൂണൊന്നും യൂസ് ചെയ്യരുത്. കൈ നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ടതാ നല്ല തിരുമുക. കൈ കൊണ്ട് തിരുമുമ്പോഴാണ് എല്ലാം കറക്റ്റ് ജോയിന്റ് ആയിട്ട് വരിക കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റ് ഇങ്ങനെ കഴിക്കുമ്പോ. പണ്ടുള്ളവരൊക്കെ ഇങ്ങനെ തന്നെയല്ലേ കഴിച്ചിട്ടുണ്ടാവുക. ഇത് ശരിക്കും പറഞ്ഞാൽ നൊസ്റ്റാൾജിയ ഫുഡാണ്. നല്ല സ്മെല്ലുണ്ട് കേട്ടോ അതിന്. അത് വെളിച്ചെണ്ണയും മുളകും ഉള്ളിയും. നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു നോക്കാം. ഉപ്പൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചോ. ഉപ്പുണ്ടാവും, കല്ലുപ്പാണ് ഞാൻ ആഡ് ചെയ്തത്. ആൾക്ക് കൊടുത്തു നോക്കാം. എങ്ങനെ ഉണ്ടാവും കപ്പയ്ക്ക്? അടിപൊളിയാ. എരിവുണ്ടല്ലേ? അത് ഇങ്ങനെ കഴിക്കുമ്പോ എരിവുണ്ടല്ലോ, കപ്പയുടെ കൂടെ ചേർത്ത് കഴിക്കണേ. ഓക്കെ, അപ്പൊ നമുക്ക് കപ്പയുടെ കൂടെ ചേർത്ത് കഴിച്ചു നോക്കാം. നമ്മൾ ഉച്ചക്ക് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ചാളക്കറിയാണ്. ഇതിപ്പോ അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ടാവും. നമുക്കത് കുറച്ചിങ്ങോട്ട് ഒഴിക്കാം. കുറച്ച് ചാറും കേട്ടിങ്ങനെ ഒഴിച്ച് കുഴച്ച് കഴിക്കാം. കനലിൽ ചുട്ട കപ്പ, പിന്നെ ഇത് ഉച്ചയ്ക്ക് വെച്ച ചാളക്കറി, മുളകിട്ട് വെച്ച ചാളക്കറി. അപ്പോൾ നമുക്ക് കഴിച്ചു നോക്കാം, എങ്ങനെയുണ്ട് നോക്കാം. ഫസ്റ്റ് ഈ ചാള ഒരു പീസ് എടുത്തിട്ടേ അങ്ങനെ വെച്ചിട്ട് ഈ കപ്പ കണ്ട കപ്പ അങ്ങനെ പൊടിക്കുക. എന്നിട്ട് അങ്ങനെ കറിയിൽ നല്ല ഡിപ്പ് ചെയ്തിട്ട് അങ്ങനെ എല്ലാം ഒരുമിച്ച്. എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ കപ്പ പുഴുങ്ങണക്കാട്ടി ഇതാണ് ഇത് നല്ല കോമ്പിനേഷൻ. നല്ല സ്മൂത്താ അല്ലേ? കാള പിന്നെ നമ്മുടെ ചമ്മന്തി നമുക്ക് ഇട്ട് കൊടുത്ത് നോക്കാം. ഇനി അതും കൂട്ടിയുള്ള കോമ്പിനേഷനും കൂടി, മുളകും ഉള്ളിയൊക്കെ ആയിട്ട് ഇങ്ങനെ കൂട്ടി കഴിക്കണം. ഇത് ഈ ചമ്മന്തിയുടെ പ്രത്യേകത, ഒരിത്തിരി മതി, ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും, എല്ലാം കഴിക്കാൻ പറ്റും. സെയിം കപ്പ ചുട്ടതും നമ്മുടെ ഉള്ളി ഉണ്ടാ ചീനിമുളക് ഇട്ടിട്ടുള്ള ചമ്മന്തി. അപ്പോൾ നമുക്ക് കഴിച്ചു നോക്കാം. ആദ്യൊരു പീസ് എടുക്കുക, ഇങ്ങനെ വെച്ചിട്ട് എല്ലാം മുളക് ഉള്ളിയും
ഒരുമിച്ചെടുത്തിട്ട് ഇതാണ്ട. അടിപൊളിയുണ്ട്. ഇവിടെ വായില് വെള്ളം വന്നിട്ടേ നിക്കാൻ പറ്റല്ല അമ്മയ്ക്ക്. പിടിച്ചു വാങ്ങ കയ്യിന്ന്. മുളക് എടുക്കട്ടെ. അടിപൊളി. എനിക്ക് ദിവസം കിട്ടിയാലും ഞാൻ കഴിക്കും. അതെ, അത് മാത്രം കിട്ടിയാ മതി. മീൻകറി ഒന്നും വേണമെന്നില്ല. അതെ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതെല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റിൽ എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പൊ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ. ബൈ.